ഹായ് എവരിവൺ, എല്ലാവർക്കും ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് സ്വാഗതം. എന്താ പറയുക, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ മാതിരി ആ ഒരു സൈഡ് വേസ് റേഞ്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇൻസൈഡ് ദ ക്യാൻഡിലായിട്ട് തന്നെ ഇന്നും നമുക്ക് ഫോളോ ചെയ്യുന്നത്, അത് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇൻട്രാഡേ അനാലിസിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നമ്മൾ ഇൻസൈഡ് ദ റേഞ്ച് തന്നെയായിരുന്നു. സപ്ലൈ സോണും ഓപ്പൺ ആയ ടൈമിലും ദെൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തു, മേലെ ചെറിയൊരു ഫേക്ക് ഔട്ടൊക്കെ തന്നു. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ വലിയ മൂവൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ലോ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു സപ്പോർട്ട് എടുത്തു. അതിൻ്റെ മേളിലാണ് മാർക്കറ്റ് എന്താകുന്നത്, സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ചെറിയൊരു ട്രെൻഡ് ലൈനും ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ട്രെൻഡ് ലൈൻ വരക്കാം. ഇവിടെ നിന്ന് ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്ത് അവിടെ നിന്ന് ഫേക്ക് ഔട്ട് വന്ന് വീണ്ടും ഒരു ഇത് മേളിലേക്കാണ് കാണിക്കുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസിനെയാണ് ബ്രേക്ക് ചെയ്ത് പോയേക്കുന്നത്. ഇതാണ് ഇനി നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു ലോ വന്നു, ഇവിടെ ഹൈ വന്നു, പിന്നെയും അടുത്ത ലോ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോയിനെ ഫേക്ക് ഔട്ട് തന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി കുറച്ചധികം അവിടെയുണ്ട്. അങ്ങനെ വന്നെയാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് വന്നെയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു ഫോള്, അതായത് ഇവിടെ നിന്ന് ബെയറിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ടുണ്ട്. ആ കാര്യം ഒന്ന് കെയർഫുൾ ആവുക. അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൽ കുറച്ചും കൂടി ഒന്ന് സൈഡ് വേസ് പോയിട്ട് മേളിലേക്കായിരിക്കും ആ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത്. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ. 15 മിനിറ്റ്സ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. കുറച്ചും കൂടി ഒരു 1 hour ടൈം ഫ്രെയിമും ഈവൻ 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കിയാൽ നമുക്ക് മേളിലേക്കൊരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് മേളിലേക്ക് കിട്ടാനുള്ളൊരു ചാൻസാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളൂ. മേളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പോയി ബൈങ് ചെയ്യരുത്. കാരണം 49,600 ഒക്കെ ഒരു ഹെവി റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ഉണ്ട്. അവിടെ നിന്നൊരു കംപ്ലീറ്റ് ഫാൾ നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. 4 hour ടൈം ഫ്രെയിമിലാണെങ്കിലും ഒരു ചെറിയ വലിയ രീതിയിലൊന്നുള്ള സെൽ ഓഫ് വരുന്നില്ല. അപ്പോൾ നല്ലൊരു ബുൾ ക്യാൻഡിൽ മുകളിലേക്ക് തന്നിട്ടായിരിക്കണം ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു സെൽ ഓഫ് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മാക്സിമം ചാൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലെവലിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചാപ്റ്റർ അല്ലെങ്കിൽ അത് കഥ വേറെ ആയിട്ട് തന്നെ വരും. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ബാക്ക് ടു നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കും ഓൾമോസ്റ്റ് സെയിം ഇതായിട്ട് തന്നെ ഈ ഒരു ലെവൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിമിലാണെങ്കിലും ഇപ്പോൾ ആ രീതിയിലൊരു കൺസോൾഡേറ്റ് പോകുന്നുണ്ട്. കുറച്ചും കൂടി ഒരു 15 മിനിറ്റ്സിലേക്ക് ഞാനൊന്ന് ഡൗൺ ചെയ്യുകയാണ്. 15 മിനിറ്റ്സ് നോക്കുമ്പോൾ ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇവൺ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആണ്. ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ചെയ്തു മേളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ 350 അല്ലെങ്കിൽ 300 ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഇതിനൊന്ന് റെഡാക്കി മാർക്കാണ്, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആവുക, ഈ ഒരു ഏരിയ കെയർഫുൾ ആവുക. ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് എന്താവുന്നുണ്ട്, അവിടെ റിവേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 300 പ്ലസ് പോകുമ്പോൾ ഒരിക്കലും സ്റ്റിൽ ഒരു ബൈയിങ്ങിന് നിൽക്കാണ്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നുള്ളൊരു റെഡ് ക്യാൻഡിൽ, ഇവൺ ഇവിടെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, എന്തെങ്കിലും കാരണവശാൽ ഒരു റെഡ് ക്യാൻഡിൽ റിവേഴ്സിങ് ആണ് ഇവിടെ നമുക്ക് തരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഫാൾ കണ്ടിന്യൂ ചെയ്യാൻ, കാരണം ഈ ഒരു ബ്രേക്കിംഗ് 23,000 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസാണ് ഹൈ ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു കൺസോൾഡേറ്റിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തൊന്ന് കെയർഫുൾ ആവുക. ഒന്നില്ലെങ്കിൽ ഈ ഒരു റേഞ്ച് നാളെയും നമുക്ക് എന്താക്കാം, മേ ബി ഈ ഒരു റേഞ്ചിൽ നാളെയും മാർക്കറ്റ് ഒന്നും കൂടി തുടർന്നിട്ടാവണം ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് വരുന്നത്. അത് വേണമെങ്കിൽ ഫ്രൈഡേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നാളെ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് നാളെ ആയിരിക്കും അത് വരുന്നത്. ഇനി ഗ്യാപ്പ് അപ്പിലാണെങ്കിലും ഇവിടെ നിന്ന് വന്നാൽ ചിലപ്പോൾ ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് മേളക്കാം. എന്തായാലും ഈ ഒരു ഏരിയനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതാണ് നിഫ്റ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആൻഡ് ബാക്ക് ടു നമുക്കൊരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒരു അനാലിസിസ് നടത്താം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 200 അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. 1.88 ആണ് നിൽക്കുന്നത്. ആ ഒരു സ്ട്രാഡിൽ ഫോർമേഷനും 23,300 ഒരു ചെറിയ റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നത് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പുട്ട് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്.
സോ കുറച്ച് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ് ബിയറിഷ് ആണ്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ ഒരു 200 ഒരു കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള മൂവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ബാക്ക് ടു ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 49,000 കോൾ റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. ഹെവി കോൾ റൈറ്റിംഗ് 50,000 തന്നെയാണ് നിൽക്കുന്നത്. PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബിലോ 1 ആവുന്നുണ്ട്. കുറച്ചും കൂടി ബിയറിഷ് PCR എന്താകുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റി കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് ഉള്ള ഒരു മൂവാണ് നമ്മളിനി നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളതൊക്കെ. ആൻഡ് FIDA ഡാറ്റ കറൻ്റ്ലി നമുക്ക് ഇന്നലത്തെ ഡാറ്റയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് സൈഡ് വേസ് മാർക്കറ്റ് പോയി, ഇന്നത്തെ ഡാറ്റ ഔട്ടായിട്ടില്ല. ഓക്കെ, ഇന്നലെ കുറച്ച് FISൻ്റെ ക്യാഷ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ FISൻ്റെ സെല്ലിങ്ങിൻ്റെ അത്രയും കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. FIS 4,000 8,000 ആയിട്ട് സെല്ല് ചെയ്ത് നിൽക്കുന്നത്. സോ അത്രയും ഒരു മാർക്കറ്റിൽ സെല്ലിങ്ങിലേക്ക് വന്നിട്ടില്ല. പകരം ഡൗൺ സൈഡിൽ നല്ല ബൈയിങ്ങും എന്താകുന്നുണ്ട്, DIS നടത്തിയിട്ടുണ്ട്. സോ അത് എന്താ പറയുക, ചിലപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് ആവും. പക്ഷേ ഹ്യൂജ് സെല്ലിങ് തന്നെയാണ് FIS കണ്ടിന്യൂ ചെയ്യുന്നത്. സോ അതിനൊന്ന് കെയർഫുൾ ആവുക. എന്തായാലും പ്രൈസ് ആക്ഷൻ വെച്ചുള്ള ഇത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് അനാലിസിസൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെയും അതല്ല ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ ഡിസ്കോഡിലൂടെയൊക്കെ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.